ഒരു വശത്ത് കടുവാക്കുന്ന കുഞ്ഞുട്ടി, മറുവശത്ത് പോലീസ്. ഒരു പൊട്ടത്തോക്കും നീട്ടിക്കാണിച്ച് ആ വക്കനെ ഒരു തവണ ഓടിച്ചു വിട്ടു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരിനിയും വരും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സീരിയസാ ഇപ്പൊ സിറ്റുവേഷൻ. എനിക്കാണെങ്കിൽ മേലാഫീസർമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദവും ഇടപെടലും ഒക്കെ ഉണ്ട് ഇതിന് പിന്നിൽ, പക്ഷഭേദമില്ലാതെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അതുങ്ങളെ പിടിച്ചെങ്കിൽ കിട്ടിക്കണമെന്ന്. അതായത് ഇന്നോ നാളെയോ തന്നെ. അതിനുള്ള ഏർപ്പാടുകൾ എന്നതാന്ന് വെച്ചാൽ ഇന്ന് തന്നെ ചെയ്യാൻ വേണം. അതിനിപ്പോ യവൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ദൈവവിളി കിട്ടിയാലല്ലേ ഉണ്ടാക്കത്തുള്ളൂ. യവന്റെ അപ്പൻ ഇങ്ങനെ നാടാകെ വലവിരിച്ചിരിക്കുമ്പം ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ കച്ചേരി ചെന്ന് ഒരു കല്യാണം അങ്ങോട്ട് രജിസ്റ്റർ ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളത്. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടായോ? എനിക്ക് മടുത്ത് എല്ലാം കൂടി ഇട്ടെറിഞ്ഞാൻ വെച്ച് എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് അതും ഇതൊക്കെ വിളിച്ചു പറയാതെ സണ്ണി. അപ്പം നിന്റെ പ്രോസിക്യൂട്ടർ ത്വത്തിന്റെ കാര്യമോ അതിന്റെ വലിയൊരു ആശയില്ലയോ? ഒന്നും ഇല്ലേലും വേണ്ടില്ല, ഇച്ചിരി സമാധാനം കിട്ടിയാൽ മതി. എന്നതാ നീ പറയുന്നത്? നീ ഒരുത്തനായിട്ട് അതെല്ലാം വരുത്തി വെച്ചത്. എനിക്ക് വയ്യാന്ന് 100 തവണ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് എല്ലാം കൂടെ തലയെ കൊണ്ടു വെച്ചിട്ട് എന്നെ ആൻസിയെ ഇത്രയും കട്ടപ്പെടുത്തിയാൻ വെച്ച് ഒറ്റ എണ്ണ ചേട്ടോന്നല്ല. ജോയി, എന്താ ജോയി ഇത്? എന്നാത്തിനുള്ള പുറപ്പാടാ പിള്ളേരെ ഇത്? തമ്മിത്തല്ലി ചാവാനോ? ആ കുഞ്ഞുങ്ങളുടെ ദിവ്യമായ സ്നേഹം പൊലിഞ്ഞു പോകാതെ സൂക്ഷിക്കാനുള്ള ഒരു ഉപാധി കണ്ടുപിടിക്കാനല്ലോടാ നമ്മളിപ്പോ നോക്കേണ്ടത്. ഇക്കാലത്ത് കാമുകന്മാരായാലുള്ള ഗതികേടിനെ കുറിച്ച് ഇവൻ എന്നെ അറിയിച്ചു. ഇച്ചിരി സ്നേഹിക്കാൻ വേണ്ടിയാ നിങ്ങൾ എന്തുമാത്രമാണ് പാടുപെടുന്നത്. സാങ്കുട്ടിയുടെ കാര്യം പോട്ടെന്ന് വെക്കാം. ആ പെങ്കൊച്ചിന്റെ കാര്യമോ ആരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്കെതിനെ അങ്ങ് വിട്ടേ വെച്ച് അതെവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ നിങ്ങൾ എന്നാ പറയും? അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡനം. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വമില്ലെന്ന് ഞാൻ ഇന്നലെ കൂടെ പത്രത്തിൽ വായിച്ചതാ. നോക്ക് സണ്ണി, നിനക്ക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ജോയിക്ക് മനസ്സമാധാനം വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്തു തരാനും ഞാൻ തയ്യാറാണ്. അത് എത്ര അപകടം പിടിച്ചതായാലും. നീ ഇങ്ങനെ ടെൻഷനാവാൻ വേണ്ടിയല്ല ഞാൻ കാര്യം പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യണം, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ബാലകൃഷ്ണ. സാങ്കുട്ടിയുടെ അപ്പന്റെയും ഗുണ്ടകളുടെയും കണ്ണു വെട്ടിച്ച് അവരെ എങ്ങോട്ടെങ്കിലും കടത്താന്ന് വെച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. വാഗമണ്ണിൽ ഇപ്പോൾ ഒരു ധ്യാനം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എന്നതായാലും ഞാൻ അവിടെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ. നാളെ തന്നെ എവരെ അങ്ങ് എത്തിക്കാനുള്ള വഴി നോക്കാം. എന്നതാ വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ. ചേട്ടാ. നോ മെൻഷൻ. എന്നാ നിങ്ങൾ ചാവടിയിലോട്ട് ചെല്ല്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് കുളിച്ചുടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കണം. കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നാ സണ്ണി ഫോണിൽ പറഞ്ഞത്. സാങ്കുട്ടിൻ്റെ അപ്പനെയും ചിങ്കടികളെയും കണ്ടുപിടിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കടത്താനാ ഞങ്ങളുടെ പ്ലാൻ. മറക്കരുത് ചേട്ടാ, വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് അതാ എന്റെ. സാംകുട്ടിയോട് വറീഡ് ആവാതിരിക്കാൻ പറയൂ ചേട്ടാ. ഞാൻ എന്റെ ഹാർട്ട് ഇപ്പഴും ഓപ്പൺ ആക്കി തന്നെ വച്ചിരിക്കുക. മാരേജിനുള്ള ദൈവവിളി കിട്ടാനായിട്ട്. Then and now. തമ്പുരാന്റെ കൃപ കൊണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കും. ഓക്കെ ചേട്ടാ. ഓക്കെ. സാങ്കുട്ടിയെ പ്രത്യേകം സൂക്ഷിച്ചോണേ അനി. അവന് ചാടിപ്പോകാനെങ്ങാനും തോന്നിയാലോ? nothing. He's my love ചോയ് ചേട്ടാ. ഇവനിന്റെ അടുത്തൊന്നും അങ്ങനെ റൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതെനിക്ക് ഷുവറാ. ഉറപ്പുണ്ടായച്ചാ മതി.